ഒന്നും കാണാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ഞാൻ എല്ലാം വിട്ടു. 1975 വർഷത്തിൽ ചട്ടമ്പി കല്യാണിയും സിനിമയ്ക്ക് വേണ്ടി ജയിക്കാനായി ജനിച്ചവൻ ഞാനെന്ന ഗാനം ആലപിച്ച് ഒരു പിന്നണി ഗായകനായി തീർന്നു. അതിനുശേഷം 1997 വർഷം വരെ 22 വർഷം ഞാൻ സിനിമ ലോകത്തിന് വേണ്ടി പാടി. ഞാൻ ആ 22 വർഷക്കാലത്ത് അവസാനം പാടിയത് ഞാൻ ചമയം എന്ന ചിത്രത്തിന് വേണ്ടി അന്തിക്കടപ്പുറത്ത് രോലക്കുടത്ത് എന്ന പാട്ടാണ് പാടിയത്. 1997 വർഷം വരെയും പാടി 22 വർഷക്കാലം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അനേകം പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി പാടുവാൻ കഴിഞ്ഞു. എന്നാൽ എനിക്ക് പണം ലഭിച്ചു, പദവി, പ്രശംസ എല്ലാം കിട്ടി. ഒന്ന് മാത്രം എനിക്ക് കുറഞ്ഞു, സമാധാനം. ആ സമാധാനത്തെ തേടി ഞാൻ അലഞ്ഞ ദിവസങ്ങളുണ്ട്. ആ സമയത്താണ് ഐ സ്റ്റാർട്ടഡ് റീഡിങ് ബൈബിൾ ആൻഡ് സ്റ്റാർട്ടഡ് മെഡിറ്റേറ്റിംഗ് ഓൺ വേർഡ്സ്. ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് 1997 എന്നെ സ്പർശിച്ച വചനം യെശയ്യാവ് 43:1, ഭയപ്പെടേണ്ട, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ വചനം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അത് സ്പർശിച്ച ആ കാരണത്താൽ ഞാൻ വാട്ടർ ബാപ്റ്റിസം എടുത്തു. എന്നെ മുഴുവനുമായി ഞാൻ യേശുവിന് സമർപ്പിച്ച് എനിക്ക് ദൈവം തന്ന താലന്ത് ആ ദിവസം മുതൽ യേശുവിന് വേണ്ടി മാത്രം പാടുന്ന ഒരു ഗായകനായി മാറി. ഒന്നും കാണാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ഞാൻ എല്ലാം വിട്ടു. അങ്ങനെ 14 മാസങ്ങൾ വി ഹാവ് ഗോൺ ത്രൂ ദ വിൽഡർനെസ്. ആ 14 മാസങ്ങൾക്ക് ശേഷം എന്നെ God has opened a lot of doors all over the world. I started going and singing all over the world. And today, that's why I'm in front of you.